മന്ത്രി മുഹമ്മദ് റിയാസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങിയ എല്ലാവർക്കും ഒരു കത്ത് കൊടുത്തു. ബക്കർ പറഞ്ഞതിൻ്റെ അവസാനം ഞാൻ പറയുന്നത് ഒരാഴ്ച മുമ്പത്തെ കാര്യം, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പത്തെ കാര്യം. ആവശ്യം SIT രൂപീകരിച്ചതിന് ശേഷം മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന വിക്രമിനായിരുന്നു കോഴിക്കോടിൻ്റെയും കൂടി ചാർജ്. അദ്ദേഹമാണ് 3 ദിവസം കേസ് SITയുടെ കീഴിൽ അന്വേഷിക്കുന്നത്. ആ കേസന്വേഷണത്തിൽ ഇവരെല്ലാവരും, മാമയുടെ ഭാര്യയും മക്കളും, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ബന്ധുക്കളും ഈ ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക്, പോലീസിൽ നിന്ന് നേരെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മികവിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പൊടുന്നനെ മാറ്റിയതെന്ന്. അപ്പോൾ ഞാനാണ് ആദ്യം കത്ത് കൊടുക്കുന്നത്. ഞാനന്ന് ട്രിവാൻഡ്രത്തുണ്ട്. ക്രൈംബ്രാഞ്ച് ADGPക്ക് ഞാൻ നേരിൽ പോയി കൊടുത്തതാണ്. ഈ ഉദ്യോഗസ്ഥനെ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ, കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കണം. ട്രാൻസ്ഫർ അവിടെ നിന്നോട്ടെ. ഒരു അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാമി കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യിക്കാൻ തീരുമാനമെടുക്കണമെന്ന്. ഞാൻ ക്രൈംബ്രാഞ്ച് ADGPയുടെ ഓഫീസിലിരുന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഇരുന്നു. ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ സ്റ്റെനോഗ്രാഫറെ വിളിച്ച് ഇത് DGPക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ കൺമുമ്പിൽ നിന്ന് മെയിൽ DGPക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്ന ADGP ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു 15-20 മിനിറ്റ്. അത് കഴിഞ്ഞ് ഈ പറയുന്ന കത്തുകളൊക്കെ എല്ലാവരും കൊടുത്തു. ഞാൻ വീണ്ടും ബന്ധപ്പെട്ടു, വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഈ നിമിഷം വരെ അങ്ങനൊരു ഓർഡർ ഇറങ്ങിയിട്ടില്ല. ഒന്നിച്ചില്ലാനും വർഷമായി ഒരു തുമ്പുമില്ലാതെ കിടക്കുന്ന കേസിന് ഒരു തുമ്പുണ്ടാകുന്ന അവസ്ഥ വന്നപ്പോൾ ആ അന്വേഷണത്തെ 2 ദിവസം കൊണ്ട്, 2.5 ദിവസം കൊണ്ട് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പം ആരോ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളതിന് സഹകരിക്കാൻ നിൽക്കണ്ട. ഒരു അന്വേഷണം കൊണ്ടൊരു കാര്യമില്ല. നിങ്ങളടുത്തുള്ള തെളിവുകൾ കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യമില്ല. ഈ അന്വേഷണ ടീം അന്വേഷിച്ചിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കറിയാത്. പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കൂല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ എന്താ സ്ഥിതി അറിയാം നിങ്ങൾ? ADGPയുടെ മുകളിൽ ഒരു പരുന്തും പറക്കൂല, അജിത് കുമാറിൻ്റെ മുകളിൽ. ഇതാണ് ലോകം. ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈ പിടിച്ച് വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടുവിടാൻ തയ്യാറില്ല. എന്താ കാരണം? എനിക്കറിയില്ല. ജനങ്ങൾ പരിശോധിക്കട്ടെ. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഞാൻ പഴയ കഥയ്ക്കൊന്നും കിടക്കുന്നില്ല കേട്ടോ. ഞാൻ ഷോർട്ടായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഇപ്പോൾ ബക്കർ ഇവിടെ വിശദീകരിച്ചല്ലോ, നിങ്ങളൊക്കെ കേട്ടല്ലോ. എന്താ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്? നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ആ ഫീലിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ആ ഫീലിംഗ് എത്ര നേരം ഉണ്ടാകും? ഇപ്പോൾ 7:30 മണി, ഒരു 9:30 മണി വരെ ഉണ്ടാവും.